ഓക്കെ. മാഷാ അല്ലാഹ് ബിസ്മില്ലാ. ഇത് ചെറിയ വഞ്ചിയാണ് തോണി. ഈ തോണിയിൽ നമ്മളെ ടീം അവർ വേലിയേറ്റം വേലി ഇറക്കം. അപ്പം വേലി ഇറക്കം പിന്നെ സംഭവിച്ച ഭാഗത്ത് അങ്ങോട്ട് ഈ തോണിയെ കൊണ്ടുപോകും. ശേഷം ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആ തോണിയിൽ കയറി വേലി കയറ്റം നടക്കുന്ന ഭാഗത്തേക്ക് പോകും. അവിടെ പോയി ഇൻഷാ അല്ലാഹ് ഞങ്ങളെ സംഘം വെള്ളത്തിലിറങ്ങി നീന്താൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ്. ഈ വെള്ളത്തിലേക്കാണ്. ഇതാണ് കടൽ. ഈ കടലിൽ കടമത്ത് ദ്വീപിലെ കടലാണ്. അസ്സലാമു അലൈക്കും. നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഗഫൂർ ഫൈസി ചെറുവാടി ഉസ്താദിനെയും കൊണ്ട് നമ്മൾ നമ്മുടെ ഈ ദ്വീപിൻ്റെ വില്ലം എന്ന് പറയും ലഗൂണ്, അതൊന്ന് കാണിക്കാൻ വേണ്ടി ചെറു തോണിയിൽ പോകുന്നതാണ്. ഉസ്താദ് ഇതാ വളരെ സന്തോഷത്തോടു കൂടി ഉസ്താദ് ഇരിക്കുകയാണ്. ഉസ്താദ് എന്താ പറയാനുള്ളത്? വെരി ഹാപ്പിയാണ്. ഈ കടമത്ത് ദ്വീപുകാരുടെ സ്നേഹവും അതോടൊപ്പം തന്നെ അവരുടെ കാഴ്ച, ഓരോ പ്രദേശങ്ങളും കാഴ്ചകളും വളരെയധികം മനോഹരമാണ്. മാത്രമല്ല ഈ കടലിലൂടെയുള്ള യാത്ര അത് എൻ്റെ ആദ്യത്തെ അനുഭവം തന്നെ പറയാം. കടലിലൂടെ ഇങ്ങനെ വഞ്ചിയിൽ നമ്മളെ നസീർ സാഹിബിൻ്റെയും അതുപോലെ അഹമ്മദ് ഖാൻ്റെയും സാഹിബ് ഖാൻ്റെയൊക്കെ നേതൃത്വത്തിൽ അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അജായിബ് കുദറത്തുകൾ കണ്ടുകൊണ്ട് ഈ ബഹറിലൂടെ ഇങ്ങനെ പോവാണ്ട്. ഇത് ബഹറാണ്. ബഹർ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അൽഹംദുലില്ലാ ഇത് 2 തരത്തിലുള്ള കളറാണ് ഇതിനെ കാണുന്നത്. ഇടയിൽ പച്ച കാണുന്നുണ്ട്, ചോപ്പ്, അതൊക്കെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇത് വേലിയേറ്റം വേലി ഇറക്കം. വേലി ഇറക്കമുള്ള ഭാഗത്താണ് നമ്മളുള്ളത്. ബാരിക്കേഡ് കെട്ട് വിശാലമായ സ്ഥലത്ത് കടലിൻ്റെ ശോഭവും വേലിയേറ്റവും ചുരുക്കാൻ വേണ്ടിയിട്ട് അവിടെ പ്രത്യേകമായൊരു പോർട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് വില്ലം. ആ പാറക്കെട്ടിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ ലഗൂണുകളുടെ ലോകമാണ്. ലഗൂൺ മത്സ്യത്തിന്റെ കൂട്ടത്തിൽ ലഗൂണ് നമ്മളെ ചൂര മത്സ്യം കണ്ടു. ചൂര മത്സ്യം കണ്ടു. ലഗൂൺ എന്ന് ഞാൻ ഇന്ന് ആഹാരത്തിൽ ആ ലഗൂൺ മത്സ്യം ഉപയോഗിച്ചു. അൽഹംദുലില്ലാ വളരെയധികം ഹാപ്പിയാണ്. ഒരുപാട് കാണാനും നമ്മുടെ ഉസ്താദും ഉസ്താദിൻ്റെ ദ്വീപിലത്തെ ഹാദിമീങ്ങളുമായിട്ട് നമ്മളതാ ആ കാണുന്ന ദ്വീപിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന ഓടി കണ്ട ഈ കൊച്ചോടി, ഈ കൊച്ചു ഓടിയിൽ നമ്മൾ വന്നിട്ട് ആ കൊച്ചോടി അവിടെ ആങ്കർ പോയിന്റിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് കടലിൻ്റെ ഉള്ളിലൂടെ നടന്ന് വന്നിട്ട് ഇതാ ഉസ്താദ് ഇങ്ങനെ പവിയപ്പുറ്റിൽ ഒക്കെ കയറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സുന്ദരമായ കടലിൽ അതിൽ പവിയത്തുരുത്തൊക്കെയാണ്, പവിയപ്പുറ്റുകളാണ്. അതിൻ്റെ മുമ്പിൽ ഉസ്താദ് ഹാദിമീങ്ങളൊക്കെ നിൽക്കുന്ന സുന്ദരമായ ഒരു നോക്ക്. എന്നിട്ട് ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന പ്രൊട്ടക്ഷൻ. ദ്വീപിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ദ്വീപിനെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടി കടൽ ഭിത്തി ഉണ്ടാക്കിയിരിക്കണം. അള്ളാഹു തന്നെ ഉണ്ടാക്കിയ ഭിത്തിയാണിത്. വേണ്ട ഇതിപ്പോൾ നമുക്ക് വേലി ഇറക്കം ലോട്ടേഡ് ആയതുകൊണ്ട് നമുക്കിത് കാണാൻ സാധിക്കും. പിന്നെ ഹൈറ്റൈഡിൻ്റെ സമയത്തിൽ ഇതൊന്നും കാണാൻ പറ്റില്ല. ഭയങ്കര തിരമാലകൾ വന്നിട്ട് ഇതിലേക്ക് അടിക്കും. ഓക്കെ സാർ. അപ്പോൾ അൽഹംദുലില്ലാ ഞാൻ ഈ കടമത്ത് ദ്വീപിൽ വന്നപ്പോൾ അൽഹംദുലില്ലാ ഒരുപാട് കാഴ്ചകളാണ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ കടലിലൂടെ സാധാരണ നമ്മൾ കടലിലൂടെ നടന്നെത്തുക എന്ന് പറഞ്ഞാൽ ഏകദേശം കടലിൻ്റെ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റ് നിന്ന് ഏകദേശം ഒരു 10,000 മീറ്ററിലേറെ ഞങ്ങളിങ്ങോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞു. ഒരു കൊച്ചു വഞ്ചിയിലാണ് ഒരു തോണിയിലാണ്. അതവിടെ നമ്മളെ നസീർ സാഹിബ് അൽഹംദുലില്ലാ ആ കാണുന്ന വഞ്ചിയിൽ ഞങ്ങൾ ഓളം അതിനിടയിൽ ലഗൂൺ മത്സ്യങ്ങൾ ഇങ്ങനെ ഈ പവിയപ്പുറ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാണുന്നതാ ഈ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്ലാസ് പോലെയുള്ള കടൽ ഭിത്തിയാണ്. ഈ ഗ്ലാസ് പോലെയുള്ള കടൽ ഒന്ന് പുറമേ നിന്നൊന്ന് നോക്കിയാൽ മനോഹരമായ കാഴ്ച. ഈ ലഗൂൺ മത്സ്യവും അതുപോലെ തന്നെ പുറ്റുകളും അതിൻ്റെ ഇടയിൽ അത് കവടിയാണ്. കവടി നമ്മളെ ശംഖ് എന്ന് പറയും നമ്മുടെ നാട്ടിൽ. പിന്നെ കക്ക പോലത്തെ പ്രൊട്ടക്ഷൻ ഭിത്തിയല്ലേ, മുന്നോട്ട് പോയാലേ കക്ക കിട്ടുള്ളൂ. പിന്നെ
ഈ വില്ലമാണ്, വില്ലം. ആ വില്ലത്തിലാണ്, ഇതിൻ്റെ ഇടയിലാണ് നമ്മളെ വേലി ഇറക്കമുള്ള സ്ഥലം. ഇത് വേലി ഇറക്കമുള്ള സ്ഥലം. ഇവിടെ നമുക്ക് ശരിക്കും ഇറങ്ങി നടക്കാം. ഇത് കടലാണ്. കടൽ, ഇത് പുഴയല്ല, കായലല്ല, കടലാണ്. ആ കടലിൽ ഇത് പിന്നെ ഈ ലഗൂൺ മത്സ്യത്തിനെ പിടിക്കുന്ന പവിയ പുറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു മനോഹരമായ കാഴ്ച. ഇന്നഹുമിൻ അജായിബില്ല, ഇത് അള്ളാഹുവിൻ്റെ അജായിബ് കുദ്റത്ത് വളരെ വ്യക്തമാക്കി തരുന്നതാണ്. അള്ളാഹു തആല ഈ ഭൂമിയിൽ കടലുകൾ, മലകൾ, അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കളെ ഈ പ്രപഞ്ചത്തിൽ പടച്ചിട്ടുണ്ട്. കടലിലുള്ള മത്സ്യങ്ങൾ, കടലിലൂടെ ഊളിയിട്ടിറങ്ങുന്ന മത്സ്യങ്ങൾ, ആ മത്സ്യങ്ങളെക്കുറിച്ച്, ഓരോ മത്സ്യങ്ങളെക്കുറിച്ചും ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു 2-3 ഐറ്റം മത്സ്യത്തെ പരിചയപ്പെടാം. ചൂര, അതുപോലെ തന്നെ ലഗൂണ്, ഇങ്ങനെയുള്ള മത്സ്യം പരിചയപ്പെടാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാ. അതിലൊക്കെ ഇന്നഫി ദാലിക ആയാത്തിൻ ലിഉലിൽ അൽബാബ് ഇന്നഫി ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ എന്ന് ഖുർആൻ പറഞ്ഞ ആ ഒരു വലിയ സംഭവം, അതൊക്കെ നമുക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തമുണ്ട്. യെസ്, മക്കായി ബീച്ചിൽ നമ്മുടെ ചെറുവാടി ഉസ്താദ് ഊഞ്ചിലാടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുന്ദരമായ സൂര്യാസ്തമയം. ദാ ഈ കാണുന്നത് സൂര്യൻ അസ്തമിക്കാൻ പോകുന്നതാണ്. കൂടെ ഉസ്താദിൻ്റെ നാട്ടുകാരനായ നമ്മുടെ ഇവിടുത്തെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു ലെക്ചറാണ് കൂടെയുള്ളത്. അങ്ങനെ ആ പേര് സാലിഹ്, സാലിഹ് മാസ്റ്റർ അല്ലേ, ആളവട്ടൂർ. ആ ഉസ്താദ് എന്താ പറയാനുള്ളത് ഊഞ്ചിലാടുമ്പോൾ? അൽഹംദുലില്ലാ, വളരെ ഹാപ്പിയാണ്. നമ്മളെ സുഹൃത്ത് ഒളവട്ടൂരിലെ സ്വാലിഹ് മാഷ കണ്ടതിലും സന്തോഷമുണ്ട്. പിന്നെ ദ്വീപുകാരുടെ കൂടെ ഈ മനോഹരമായ ബീച്ചിൽ ഈ സമയം ചെലവഴിക്കുന്നത് വളരെയധികം സന്തോഷമുണ്ട്. ഇതൊക്കെ ഇന്നഹുമിൻ അജായിബില്ല, അള്ളാഹുവിൻ്റെ കുദ്റത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, കടലിലേക്ക് നോക്കൂ. ആ കടലിനെക്കുറിച്ച് നിങ്ങൾക്ക് പാഠമുണ്ട് എന്ന് പറഞ്ഞ അധ്യായമൊക്കെ ഓർമ്മ വരികയാണ്. മാത്രമല്ല, ഈ മക്കായി ബീച്ചിൽ ചായ കിട്ടൂല എന്നേ ഉള്ളൂ, ഈറ്റും കൂടിയൊന്നുമില്ല. ചായൻ്റെ തൊട്ടടുത്ത് ചായ ഉണ്ട്, ഇവിടെ ചായ ഇല്ല, തൊട്ടടുത്ത് ചായ ഉണ്ട്. അവിടെ 100 റുപ്യ കൊടുത്താൽ ചെറിയ കൈബോട്ടുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ ഉല്ലാസത്തിന് എൻജോയ്മെൻറ്റ് ചെയ്യാനുള്ള ചെറിയൊരു പാർക്കുണ്ട്. മനോഹരമായ മണൽ തിണ്ണുണ്ട്. വെള്ളം നമ്മളെ ചെറുവാടി പോയാലൊന്നും, അല്ലെങ്കിൽ കോഴിക്കോട് ബീച്ചിലൊന്നും പോയ മാതിരിയല്ല. അവിടുത്തെ ഈ മണലിന് വല്ലാത്ത ഒരു അട്രാക്ഷനുണ്ട്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ പാദസ്പർശമേറ്റ മനോഹരമായ മണ്ണിലാണ് എൻ്റെ സൂര്യാസ്തമനം നേരിട്ട് നിങ്ങൾക്ക് ദർശിക്കാം. പരിസരത്ത് ചെറിയ ചെറിയ കൊച്ചു കൊച്ചു ബോട്ടുകളും വഞ്ചികളുമുണ്ട്. മറ്റേ ഇതിൻ്റെ പേരെന്തേ സാധിക്ക? അത് ഫ്ലോട്ടിംഗ് ജെട്ടി. ജെട്ടിയാണ്, ജെട്ടിയാണ് അങ്ങനെയുള്ള. പിന്നെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ പ്രകൃതി സുന്ദരമായ നാളികേരം മാത്രം, വേറൊരു സാധനം ഇവിടെ കാണുന്നില്ല. കേരവൃക്ഷങ്ങളുടെ നാട് കേരളം എന്ന് പറഞ്ഞ പോലെ ഇവിടെ കേരളം അല്ലെങ്കിലും കേന്ദ്ര ഭരണ പ്രദേശത്ത് അൽഹംദുലില്ലാ ഇവിടെ കോളേജുണ്ട്. പിന്നെ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നേരത്തെ നല്ലോണം മനുഷ്യങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ കുറേയൊക്കെ നിയന്ത്രണത്തിലായി. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കടമത്തിൻ്റെ തെക്ക് വശമാണ്. തെക്ക് വശത്തിൽ ഹെലിപ്പാഡിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് രോഗികളെ അടിയന്തര ഘട്ടങ്ങളിൽ രോഗിയെ കൊച്ചിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ സ്ഥലത്തിൽ വന്നിട്ടാണ് ഹെലികോപ്റ്റർ പണിയുക. ഇവിടെ നിന്ന് രോഗിയെ കയറ്റിയിട്ട് ആംബുലൻസിൽ ആശുപത്രിയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ പോയിന്റിൽ ഹെലികോപ്റ്റർ വെക്കും. ഇതിൽ കയറ്റിയിട്ട് ഇവിടെ നിന്ന് നേരിട്ട് കൊച്ചിയിലേക്ക് 1 മണിക്കൂർ 40 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് കൊച്ചിയിലെത്തും. മനസ്സിലായോ? അതാണ് സംഭവം. അപ്പോൾ ഇത് ഹെലിപ്പാഡ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. നമ്മുടെ കടമത്ത് ദ്വീപിൻ്റെ തെക്ക് വശത്ത്, തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഹെലിപ്പാഡാണിത്. അതായത് ഇത് നമ്മളെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന അതിൻ്റെ ലാൻഡിങ് പോയിൻ്റാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് നോക്കൂ, കടലപ്പുറത്ത് ഈ ഒരു ഭാഗം അത്യാവശ്യം നല്ല സൗകര്യത്തിന് ക്രമീകരിച്ച് എമർജൻസി കേസ് ഉണ്ടാകുമ്പോൾ, എമർജൻസി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഈ ദ്വീപുകാർക്ക് എന്തെങ്കിലും ഒരു പോറൽ സംഭവിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ ആ രോഗിയെ ആംബുലൻസിൽ എമർജൻസി ആയിട്ട് ഇവിടെ എത്തിക്കുകയും ഇവിടുത്തെ അധികാരികളോട് അവരുടെ ഇൻഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഉടനെ ആ രോഗിയെ ഈ ഹെലിപ്പാഡിൽ നിന്ന് ഹെലികോപ്റ്റർ ഇറങ്ങി പിക്ക് ചെയ്ത് നേരെ കൊച്ചി, എറണാകുളത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന, ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്ന ഒരു ഹെലിപ്പാഡ്. പിന്നെ ഇതാണിത്.
ഒരു ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഒരു താവളമാണ്.